വരാപ്പുഴ അതിരൂപതയിലെ അങ്കമാലിക്കടുത്തുള്ള യൂദാപുരം പള്ളി അനേകർക്ക് ഇന്ന് വിശുദ്ധ യൂദാശ്ലീഹായുടെ പ്രത്യക്ഷ ദർശനത്തിൻ്റെ ഒരിടമാണ്. ഈ പള്ളി തുറന്ന പള്ളി എന്നുകൂടെ അറിയപ്പെടുന്നു. കാരണം മതിലുകളോ അതിർവരമ്പുകളോ ഇല്ല. എല്ലാവരുടെയും സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഇടമാണ്. യേശുനാഥന്റെ സോദരനായിടും യൂദാത്തദേവൂസിന്നാലയത്തിൽ ഈശോയുടെ കരുണയുടെ മുഖമാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ യൂദാശ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രമായ യൂദാപുരം ദേവാലയത്തിന് ഈശോയുടെ മുഖത്തിൻ്റെ ഈ കരുണ പ്രദർശിപ്പിക്കാനുള്ള അനേക അവസരങ്ങൾ തീർത്ഥാടകരായ വിശ്വാസ സമൂഹം ഇവിടെ ഒരുക്കുന്നുണ്ട്. അവരുടെ നേർച്ച കാഴ്ചകളിലൂടെ അനേകർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നതിനും രോഗി സഹായത്തിനും, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെയും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകരെയും ഓരോ ആഴ്ചയിലും സഹായിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ജൂബിലി വർഷത്തിൽ ബൈബിൾ കൺവെൻഷനിലൂടെയും പ്രാർത്ഥനാ സഹായം നൽകുന്നതിനും ഓരോ വ്യാഴാഴ്ചകളിലൂടെയും ബുധനാഴ്ചകളിലൂടെയും നൊവേനകളിൽ പ്രത്യേകം ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദൈവം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സെന്റ് ജൂഡ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലവും വീടും എന്ന പദ്ധതി 50 സെന്റ് സ്ഥലം താവൂറുള്ള ആൻറ്റി എന്ന് വിളിക്കപ്പെടുന്ന മാടശ്ശേരി ത്രേസ്യ വർഗീസ് തൻ്റെ സ്വത്ത് ദേവാലയത്തിലേക്ക് നൽകി. ഈ സ്ഥലത്താണ് ഇപ്പോൾ ഭവനങ്ങൾ നിർമ്മിക്കാൻ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ത്രേസ്യ വർഗീസ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു നേഴ്സായി നിസ്തുലമായ സേവനം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ദൈവത്തിന് അവരെ പ്രതി നന്ദി അർപ്പിക്കുന്നു. മാടശ്ശേരി ത്രേസ്യ വർഗീസ് ചെയ്തതുപോലെ അനേകര് ഈ ദേവാലയത്തോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ആ പ്രാർത്ഥന ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവസമാഗമ ദേവാലയമാക്കി യൂദാശ്ലീഹ മണ്ണിനെ മനുഷ്യനായി മെനഞ്ഞവൻ മെനഞ്ഞൊരുക്കി യൂദാപുരം.